കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഓവറോൾ നല്ല അടിപൊളിയായിട്ട് പോയല്ല, വളരെ ചെറിയ പരിപാടിയായിരുന്നു. അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായി. എങ്ങനെയാണ് ശരിക്കും ഇതൊരു ലളിതമായിട്ട് നിങ്ങളിങ്ങനെ ഇത് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചത്? അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ആ കുറച്ച് പേരെ വിളിച്ച് ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. 3 പരിപാടികളുണ്ടായിരുന്നു: ഹൽദി, സംഗീത്, കല്യാണം. അത്ര തന്നെ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട പോലെ അങ്ങ് ഒരുങ്ങി. പിന്നെ ദിയയ്ക്കൊക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പം അങ്ങനെ അത്ര തന്നെ. ആദ്യം പലപ്പോഴും അല്ലേ നമുക്ക് ആദ്യമെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ്. എങ്ങനെയാണ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട്? ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത്? നമ്മളൊക്കെ തന്നെ. സാധാരണ സാരിയല്ലേ, ഇത്ര വലിയ സംഭവം അല്ലല്ലോ. നമ്മളൊക്കെ തന്നെ. നമ്മൾ ഇടയ്ക്ക് ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നതല്ലേ, അപ്പം അങ്ങനെ ഇതുപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു അങ്ങനെ. അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ഇല്ല, റിസപ്ഷനേ ഇല്ല, തീർന്നു. സദ്യ കഴിച്ച് പായസം കഴിച്ച് എല്ലാം തുടങ്ങി പരിപാടി തീർന്നു. ഓക്കെ. ഇല്ല, അവള് മാറിയിരിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് 1 മിനിറ്റ് അപ്പുറത്താണ്. അപ്പം മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് നോക്കാം. എന്തോ ഓക്കെ. പിക്കോ എല്ലാം നല്ല കൊടുക്കണം നടന്നു അടഞ്ഞു. അത് കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഒത്തിരി ചെറിയത് സൗണ്ട് ഫുൾ പോയി. എൻ്റെതാണ് അധികം പോവാത്തേന്ന് തോന്നുന്നു. ബിയുടെ ഒക്കെ ഫുൾ സൗണ്ട് പോയി. അതെ അതെ, എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് കോസ്റ്റ്യൂം എടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഒരേപോലെ ഇരിക്കണം, എല്ലാവരും അവരുടെ സ്റ്റൈലിൽ തന്നെ, പക്ഷേ ഒരേപോലെ ഇരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് കളർ തീമൊക്കെ വെച്ചിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത്. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയൊന്നുമില്ല, ബ്രൈഡിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് നമ്മളും അത്യാവശ്യം നല്ലപോലെ ഒരുങ്ങണമല്ലോ. അങ്ങനെ എന്തോ ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവൾ നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ലൈക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല. അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു. സോ എവിടെയും പോകുന്നില്ല. വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഉണ്ട്. വീട്ടിലിനി വിഷമമുണ്ട്. നമ്മൾക്ക് ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും ഓസിയും ഇഷാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പം അത് മിസ് ചെയ്യും ഞാൻ. എല്ലാവരുടെ സൗണ്ട് ഒരുപോലെ പോയിരുന്നു. അതെ, എല്ലാവരുടെയും പോയി. എല്ലാവരും താങ്ക് യു. നമ്മുടെ എല്ലാ കോസ്റ്റ്യൂമിലും ഷാർപ്പിംഗ് ബൊട്ടീക്കാണ്. സോ ചേച്ചിയുടെയും എല്ലാവരുടെയും അമ്മയുടെയും ഒക്കെ നമ്മുടെ 3 ഡേയ്സിനും എടുത്ത് സംഗീത്, ഹൽദി എല്ലാം ശാന്തനി ബ്രൈഡൽ ബൊട്ടീയൊക്കെയാണ്. സോ താങ്ക് യു.